ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണമല്ലെന്ന് NIA. സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിയതാകാമെന്നാണ് NIAയുടെ പ്രാഥമിക നിഗമനം. സ്ഫോടനമുണ്ടാകുമ്പോഴും വാഹനം പതുക്കെ ചലിക്കുന്നുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. ലക്ഷ്യത്തിലേക്ക് കാർ ഇടിച്ചുകയറ്റിയിട്ടില്ലെന്നും NIA കണ്ടെത്തി. ശരത് ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, നിർണായകമായ ഒരു കണ്ടെത്തലിലേക്കാണ് NIA കടന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിൽ വഴിത്തിരിവ് എന്നതിനെയാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉമർ ഓടിച്ചിരുന്ന അതൊരു ചാവേർ സ്ഫോടനം ലക്ഷ്യമാക്കിയല്ല എന്നതാണ് ഇപ്പോൾ NIAയുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. കാരണം അത്തരത്തിലുള്ള ചാവേർ സ്ഫോടനത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കാനുള്ള യാതൊരുവിധ ലോഹഭാഗങ്ങളോ അല്ലെങ്കിൽ ചീളുകളോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളും കാറിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിന് അന്വേഷണത്തിന് NIA കുഴപ്പിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം NIAക്ക് വിട്ടപ്പോഴും NIA വ്യക്തമാക്കിയത് ഒരു പൂർണ്ണ രീതിയിൽ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ്. യാദൃശ്ചികമായി ഇത് സംബന്ധിച്ച് അതായത് ഈ നേരത്തെയുള്ള ഫരീദാബാദിലെ സ്ഫോടക സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെടുത്തിടത്തോളം അതിൽ ഭയപ്പെട്ടും അതിൽ പാനിക് ആവുകയും ചെയ്ത ഡോക്ടർ ഉമ്മർ ഇത് സ്ഥലം മാറ്റാനുള്ള ശ്രമത്തിനിടെ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് NIA അന്വേഷണത്തിൽ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് NIA പറയുന്ന 3 കാരണങ്ങളാണ്. ഒരു കാരണം, ഈ സാധാരണ ഒരു ചാവേർ ബോംബ് ആക്രമണമെങ്കിൽ മാക്സിമം അതായത് എത്രയും കൂടുതൽ ആൾക്കാരിലേക്ക് പരിക്ക് പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, അതായത് ലോഹഭാഗങ്ങൾ, ലോഹച്ചീളുകൾ അല്ലെങ്കിൽ കുപ്പിച്ചിലുകളൊക്കെ ഇതിൽ നിറയ്ക്കും. അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളും ഈ കാർ സ്ഫോടനത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എവിടെയും ഇടിച്ചു കയറാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. കാരണം ഒരു ചാവേർ ബോംബാണെങ്കിൽ റെഡ് ലൈറ്റിൽ പോയിട്ട് അത് ആ റെഡ് ലൈറ്റ് കണ്ട് അതിനനുസരിച്ച് നീവേണ്ട ആവശ്യമില്ല. നേരെ എവിടെയെങ്കിലും ചാന്ദിനി ചൗക്കിലേക്കോ തൊട്ടടുത്തുള്ള റെഡ് ഫോർട്ടിലേക്കോ ഈ വാഹനം ഇടിച്ചു കയറണം. മൂന്നാമത് റെഡ് ഫോർട്ടിൽ ഇത് പാർക്ക് ചെയ്തതാണ്. അവിടെ വെച്ചൊരു സ്ഫോടനം നടത്തുകയാണെങ്കിൽ അത് ഇതിനെക്കാട്ടും വലിയ ഭീകരമായിരിക്കും എന്നതാണ്. ഇതൊന്നും ചെയ്യാതെ തന്നെ ഇതിൽ അബദ്ധത്തിൽ പൊട്ടിയ ഒരു സംഭവമാണ് എന്ന രീതിയിലേക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത്തരമുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ 3 സിമ്മിലുള്ള, അതായത് ചാവേർ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമ്മറിന്റെ സിമ്മിലുള്ള 3 സിമ്മിലുള്ള കാര്യങ്ങളും ഇപ്പോൾ NIA വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചാവേർ സ്ഫോടനമല്ല എന്ന രീതിയിലേക്കാണ് NIAയുടെ പ്രാഥമിക നിഗമനം. അഖില, അതൊരു അന്വേഷണത്തിലെ വലിയൊരു വഴിത്തിരിവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സാധാരണയുള്ള ഒരു ചാവേർ ആക്രമണത്തിലുള്ള യാതൊരുവിധ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സാമീപ്യം ഇതിനില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. കാരണം ഒരു തുറസായ സ്ഥലത്താണ് സ്ഫോടനം നടന്നത്. 2 സ്ഫോടനം നടത്തുന്ന കാറിൽ നിന്ന് യാതൊരുവിധ ബോളുകളോ അല്ലെങ്കിൽ സാധാരണ ബോംബിൽ ഉപയോഗിക്കുന്ന കൂടുതൽ മാരകമാകാൻ വേണ്ടി ലോഹത്തിന്റെ ബോളുകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ കുപ്പിച്ചില്ലുകൾ, അതേപോലെ ലോഹത്തിന്റെ ചീളുകൾ ഇതൊക്കെ വെക്കാറുണ്ട്. ഇതൊന്നും ആ കാറിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, അമോണിയം നൈട്രേറ്റും അതേപോലെ RDX അടക്കമുള്ള അതിന്റെ അത്യഗ്ര സ്ഫോടന ശേഷിയുള്ള RDXന്റെ ഒരു എന്താണെന്ന് പറയുന്നത്, അത് RDX അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ചാവേർ ആക്രമണമല്ല എന്ന ഒരു ആദ്യഘട്ടത്തെ പ്രാഥമിക നിഗമനത്തിലേക്ക് NIA എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഈ സ്ഫോടക വസ്തു ഈ ഡോക്ടർ ഉമറിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നത് ഒരു ചോദ്യമാണ്. അത് അവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ DNA പരിശോധന ബന്ധുക്കളെ അവിടെ എത്തിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അഖില, ബന്ധുക്കൾ ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് 3 മണിയുടെ ബന്ധുക്കളെ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് മാത്രമല്ല, ബന്ധുക്കളുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ലഷ്കറെ തോയ്ബ ബന്ധമടക്കമുള്ള ബന്ധങ്ങൾ ചോദ്യമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ അഖില ചോദിച്ച ചോദ്യമാണ്, എങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഇദ്ദേഹത്തിന്റെ കയ്യിലെത്തി? സ്വാഭാവികമായിട്ട് സ്ഫോടക വസ്തുക്കളും അദ്ദേഹം തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു എന്നാണ് NIA പറയുന്നത്. NIA ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ അല്ലെങ്കിൽ ലഷ്കർ തോയ്ബയുടെ ബന്ധമില്ല എന്നതല്ല, പക്ഷെ നടന്ന സ്ഫോടനം എന്നത് ഒരു യാദൃശ്ചികമാണ് എന്ന രീതിയിലാണ്. അതായത് പരിഭ്രാന്തി കൊണ്ട് നടത്തിയ സ്ഫോടനം, അല്ലെ പരിഭ്രാന്തിയായിട്ട് ഈ കാറിൽ സൂക്ഷിച്ചിരുന്ന നേരത്തെ ഫരീദാബാദിൽ നിന്ന് മറ്റൊരു ഡോക്ടറുടെ, നമുക്കറിയാം ഹരിയാന ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തിയ ഇതേ രീതിയിലുള്ള കാറിൽ നിന്ന് കണ്ടെത്തിയ അമോണിയം നൈട്രേറ്റ് തന്നെയാണ് ഈ കാർ സ്ഫോടനത്തിൽ ഉപയോഗിക്കപ്പെട്ടത് എന്നതും കൂടി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരമൊരു
നിഗമനത്തിൽ NIA പ്രാഥമികമായി എത്തിയത്. കാരണം ഒരു പരിഭ്രാന്തി, അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ, പരിഭ്രാന്തിയാണ് ഇത്തരം ഇത്രയുമുള്ള കാറിൽ സൂക്ഷിച്ചിരിക്കുന്ന, അതായത് കാറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഫോടക സാധ്യതയുള്ള വസ്തുക്കൾ ലിക്വിഡ് ഉപയോഗിച്ച് അത് പുറത്തു പോകാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഡൽഹിക്ക് പുറത്തേക്ക് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നാണ് ഇപ്പോൾ NIA സംസാരിക്കുന്നത്. എന്നാൽ അതുകൊണ്ടാണ് അദ്ദേഹം 3 മണിക്കൂറോളം ഈ കാറും സ്ഫോടക വസ്തുക്കളും ഒരു പാർക്കിംഗ് ലോട്ടിൽ, അതായത് ചെങ്കോട്ടയിലെ പാർക്കിംഗ് ലോട്ടിൽ സൂക്ഷിച്ചത്. അതിനുശേഷം വൈറ്റ് കോളർ അതേപോലെ തന്നെ മോഡൽസിൽ നിന്നുള്ള ഒരു നിർദ്ദേശം അനുസരിച്ച് മറ്റെവിടത്തേക്കോ മാറ്റാൻ പോകുന്ന ഇടയിലാണ് ഇത് സ്ഫോടനം നടന്നത് യാദൃച്ഛികമായി എന്നതാണ് ഇപ്പോൾ NIA അനുമാനിക്കുന്നത്. അതിലേക്ക് കൂടുതൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും, എന്തുകൊണ്ടാണ് ഈ ഒരു ചാവേർ ബോംബ് ഒരു കാര്യത്തിലും ഇടിച്ചു കാട്ടുന്നത്, ഡൽഹിയിൽ എത്തിയിട്ടും ഡൽഹിയിലെ വളരെ പരമപ്രധാന സ്ഥലത്തെത്തിയിട്ട് പോലും മറ്റു സ്ഥലങ്ങൾ ഇടിച്ചു കാട്ടാതെ കാർ അവിടെ പാർക്ക് ചെയ്യുകയും ചാവേർ ആക്രമണം അല്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് NIA എത്തിച്ചേരുകയാണ്. സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിയതാകാമെന്നാണ് NIAയുടെ പ്രാഥമിക നിഗമനം. പക്ഷേ ഈ ഡോക്ടറുടെ കയ്യിൽ എങ്ങനെ സ്ഫോടക വസ്തു എത്തി, അത് എങ്ങനെ ഡൽഹി പരിസരത്തെത്തി എന്നതിനൊക്കെ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പരിശോധനയും അന്വേഷണവും ഒക്കെ പുരോഗമിക്കുകയാണ്. NIA കൂടി ഇപ്പോൾ അതിൽ പങ്കു ചേർന്നിരിക്കുന്ന ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.